നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചീരുവിന് ഇപ്പോഴും ഡെലിവറി എടുത്തതിന്റെ പെയിൻ അല്ല, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ ഡോക്ടറെ? അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇനി നോർമൽ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യാതെ സിസേറിയൻ നടത്തി കുഞ്ഞിനെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അതൊക്കെ ഡോക്ടർ തീരുമാനിച്ചോളൂ. എനിക്ക് എന്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും അപകടങ്ങളൊന്നുമില്ലാതെ തന്നാ മാത്രം മതി. ശരി, മെഡിസിൻ കൊടുത്ത് നോക്കട്ടെ. ശരി. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. അല്ല ഡോക്ടർ, ചീരു ഞാനെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ചീരുവിന് ചെറിയെന്തോ പ്രശ്നമുണ്ട് വിനയ. സിസേറിയൻ ആയിരിക്കും നല്ലതെന്നാ ഡോക്ടർ പറഞ്ഞത്. സിസേറിയനോ? ആ അതെ. അതെന്തിനാ അച്ഛാ? ചീരുവിന് ആദ്യത്തേത് നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ. അതുകൊണ്ട് എന്താ രണ്ടാമത്തത് സിസേറിയൻ ആയിക്കൂടെന്നില്ലല്ലോ. ഇപ്പൊ റിസ്കും പെയിനും ഒക്കെ കുറവ് സിസേറിയനല്ല. പെണ്ണുങ്ങൾ വേദന അറിഞ്ഞു തന്നെ പ്രസവിക്കണം അമ്പിളി ചേച്ചി. ആ റിസ്ക് നമുക്കങ്ങ് ഏറ്റെടുക്കാം. അതല്ല വിനയ, ഡോക്ടർ പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ടേ? ഡോക്ടർമാര് സിസേറിയനെ പറയൂ അച്ഛാ. അവർക്ക് ജോലി കുറവും ലാഭം കൂടുതൽ കിട്ടുന്നു അതിലാ. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ. ഒരു ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോ 2-3 ലക്ഷം രൂപ അവരുടെ കയ്യിൽ വരാനുള്ള പദ്ധതി അതൊക്കെ. കാശിന്റെ കാര്യം ഓർത്ത് വിനയൻ ടെൻഷൻ ആവണ്ട, അത് അച്ഛൻ കൊടുത്തോളും. ഞങ്ങൾക്ക് കാശിനേക്കാൾ വലുതേ ചീരും അവളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞു. കാശുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അമ്പിളി ചേച്ചി. എന്റെ ഭാര്യക്ക് കുഞ്ഞിനും വേണ്ടി ചെലവാക്കാനുള്ള പണം ദൈവം സഹായിച്ച് ഇന്ന് എന്റെ കയ്യിലോട്ട് വരും. വിനയ, കാശ് പോകുന്നത് ഓർത്തിട്ടല്ല അച്ഛാ. ചീരുവിന്റെ അത് നോർമൽ ഡെലിവറി ആയിരിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. ചീരുവിന് ജനിക്കാൻ പോകുന്ന ഒരു ആൺകുഞ്ഞായതുകൊണ്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവൾക്കുണ്ടാവും. അത് സഹിച്ചാലും അവൻ ജനിക്കേണ്ട സമയത്ത് തന്നെ ജനിക്കുമല്ലോ. അല്ലാതെ ഒരു ഡോക്ടറുടെ സൗകര്യത്തിന് കത്തിവെച്ച് എന്റെ കുഞ്ഞിന്റെ ജന്മസമയം മാറ്റാൻ ഞാൻ തയ്യാറല്ല. അവന്റെ അഹങ്കാരം കണ്ടില്ലേ അച്ഛാ? ഇതൊക്കെ തീരുമാനിക്കാൻ അവൻ എന്ത് അധികാരമുള്ളത്? അവൻ സമ്മതിച്ചില്ലെങ്കിൽ ചീരുവിന്റെ സിസേറിയൻ നടത്തരുതെന്നാണോ അച്ഛൻ പറയുന്നത്? ഇക്കാര്യത്തിൽ തീരുമാനം എന്റേതോ അവന്റേതോ ഒന്നുമല്ല. ഡോക്ടർമാരെന്ത് തീരുമാനിക്കുന്നു അതവര് പറയും, അതേ നടക്കും.